സ്വാഗതം സിദ്ദിഖ് റോഷൻ. ഹായ്. ഹായ്, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നത് മിമിക്രി താരങ്ങളായിരുന്നു, കഴിഞ്ഞ 2 ദിവസമൊക്കെ. അപ്പോൾ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന മിമിക്രിയാണ് ഞാൻ കണ്ടത്. സത്യം പറയാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ വലിയ ഫ്ലോർ ഉണ്ട്, ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ ചെയറുണ്ട്, അപ്പുറത്തൊരു ഒരു കഫേ ഉണ്ട്, എല്ലാം ഉണ്ട്, അങ്ങ് ഉപയോഗിക്കാം. കാരണം ഞാൻ കണ്ടു കിടന്നും. ഞാൻ അങ്ങനത്തെ കണ്ടന്റ്സ് ആണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത്. നമ്മളാരും വോയിസ് മാത്രമല്ല, ബോഡി ലാംഗ്വേജും അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് നിരീക്ഷിക്കണം അല്ലേ? അത് ഒരുപാട് നമ്മൾ ഒരാളിങ്ങനെ വാച്ച് ചെയ്യണം, അയാൾ നിപ്പും നടപ്പും ഇരിപ്പും എല്ലാം ചെയ്യണം. അപ്പൊ ഈ ഫ്ലോർ ഉപയോഗിച്ച് ആദ്യം ആരെയാണ് ചെയ്യാൻ പോണേ? ഈ മാസ്റ്റർ പീസ് ഏതാണ്? മാസ്റ്റർ പീസ് ഇപ്പം ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം മാസ്റ്റർ പീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ ഷാറൂഖ് ഖാനാണ്. അധികം ആരും അങ്ങനെ അനുകരിക്കാത്തൊരു താരമാണല്ലോ. മലയാളികൾ അപ്പോൾ ഷാറൂഖ് ഖാൻ സാറിന് ഇപ്പോൾ മലയാളത്തിലുള്ള മൂവീസ് ഡബ് ചെയ്യുന്നത് ഞാനാണ്. ഇപ്പോൾ ബ്രഹ്മാസ്ത്ര റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് ഡബ് ചെയ്തത് ഞാനാണ്, ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമിറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാം. അത് ഏതെങ്കിലും മൂവി ഡയലോഗ് അത് ഞാനിങ്ങനെ പുള്ളിയുടെ മാനറിസംസ് ഒക്കെ പിടിച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കാം. എനിക്കൊന്ന് റോഷിനെ നോക്കിയിട്ട് തന്നെ ഞാനൊന്ന് ഷാറുഖ് ഖാൻ സാറാവാം. काश मैं तुम्हें बदल सकता, मैं तुम्हें कितनी चाहता हूँ. I love you, I love you, I love you very very much रोशनी. मैं आंखें बंद करता तो तुम्हें देखता हूँ, आंखें खोलता हो तो तुम्हें देखना चाहता हूँ, हर पल हर घड़ी हर वक्त. मेरी रोशनी, मेरी सिर्फ रोशनी. കൊള്ളാം. നേരിട്ട് കണ്ടിട്ടില്ല, എങ്ങനെയെങ്കിലും അനുകരിച്ചെങ്കിലും ആരും വലിയൊരു അവസരമാണല്ലോ. ഈ ഷാറുഖ് ഖാന്റെ ഒരു ഡയലോഗ് കൂടി ചെയ്ത് നോക്കുന്നു. ഷാറുഖ് ഖാൻ സാറിന് പല വേരിയേഷൻസ് ആണല്ലോ മൂപ്പർക്ക്. ഇപ്പൊ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പടത്തില് ഈ തമിഴൊക്കെ പറയുമ്പോ मिस्टर दुर्गेश्वरास आजाद सर, कुमन गांव की सबसे इम्पोर्टेंट मैन मेरी आता है. Good sir, good, it is very good to be important sir, but it is more important to be good. आप सोच रहे हैं क्या मैं पर क्यों आया इवन यार? अड़ी इड़ी और नहीं लड़ूंगा कि मुझे इंसाफ करूंगा. जोश छोड़ा, don't underestimate the power of a common man. കൊള്ളാം. ഈ മിമിക്രി എങ്ങനെയാ മിമിക്രിയിലേക്ക് എത്തുന്നത്? മിമിക്രിയിലേക്ക് എത്തുന്നത് ഞാൻ ചെറുപ്പം മുതൽ മിമിക്രി ചെയ്യുമായിരുന്നു. സ്കൂളിൽ ഇപ്പോൾ 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം മുതൽ ഈ ഫാൻസി ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ സ്കൂൾ തലത്തിലേക്കൊക്കെ വന്നപ്പോൾ ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ കേരള സ്കൂൾ കലോത്സവത്തിൽ വിന്നറായിരുന്നു ഞാൻ. 3 പ്രാവശ്യം വിന്നറായിരുന്നു. പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ചിട്ട് വിന്നറായിരുന്നു. പിന്നെ നല്ലൊരു അടിത്തറയുണ്ട് അല്ല, പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ ഈ കലോത്സവത്തിനൊക്കെ മിമിക്രി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴേ ഒരു പഴയ ഇത് തന്നെയാണോ ചെയ്യുന്നത്? ഈ ട്രെയിന്, കാക്ക? അല്ല, അങ്ങനെയല്ല. ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അന്നത്തെ സമകാലികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഏതാ വോയിസ് ചെയ്യുന്നതെന്ന് പോലും പറയില്ല. ഒരു കണ്ടന്റിലായിരിക്കും അത് വന്നു പോകുന്ന 5 മിനിറ്റ്. ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ഒരുപാട് കാണാറുണ്ട് നമ്മൾ, പക്ഷേ കൃത്യമായിട്ട് ആരും ഗൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പൊ എൻ്റെ അടുത്തായാലും ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു കുട്ടി ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ. കാരണം ചുമ്മാ ഞാൻ ആദ്യമായിട്ട് ഇന്നൊരു വോയിസ് എടുക്കുന്നു പറയുമ്പോൾ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. അതിനൊരു മിമിക്രി ശരിക്കും പഠിപ്പിക്കാൻ പറ്റുമോ? മിമിക്രി ഒരിക്കലും എൻ്റെ ഒരു ഇതിൽ മിമിക്രി ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ പാട്ടാണെങ്കിലും മറ്റേ നമുക്ക് സംഗീതം പഠിക്കുന്ന അക്ഷരങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കാമല്ലോ. പക്ഷെ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോഡ് ഗിഫ്റ്റഡ്, എല്ലാ ദൈവം തരുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് തന്നെ തോന്നണം. ഇപ്പൊ നമ്മൾ ഒരാളെ ഒരു ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അയാളായിട്ട് മാറിയാലാണ് ഈ ശബ്ദവും ഇതെല്ലാം നമുക്ക് വരുള്ളൂ. ഞാനിപ്പോൾ ഷാറൂഖ് ഖാനെ വിറ്റിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം മൂപ്പരം ഫേസ് വരും. അത് എൻ്റെ മനസ്സിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമുക്ക് അങ്ങനെ. അപ്പൊ അത് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ നിരീക്ഷിക്കണം.